ഈ ഒരു ചേട്ടനെ കാണുമ്പോഴേക്കും എല്ലാവർക്കും ഏത് കടയെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇവിടുത്തെ മെയിൻ ഐറ്റം ഈ ചേട്ടൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സംഭാരം തന്നെയാണ്. വെയിലൊക്കെ കൊണ്ട് തളർന്നു വന്ന് ഇവിടുന്ന് സംഭാരം വാങ്ങിച്ച് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. അത് കുടിച്ചവർക്ക് അറിയാൻ പറ്റും. ഇവിടെ 3 രീതിയിലാണ് ചേട്ടൻ ഉണ്ടാക്കി കൊടുക്കുന്നത്: നോർമൽ, മീഡിയം, ഹൈ. ഞാനൊരു മീഡിയം ആണ് ഓർഡർ ചെയ്തത്. ആവേശത്തിന് കയറി ഹൈ ഒന്നും ഓർഡർ ചെയ്യാൻ നിൽക്കരുത്. ഇവിടുത്തെ മീഡിയം സംഭാരം കുടിക്കുമ്പോൾ തന്നെ അത് ഇറങ്ങിപ്പോണ വഴി അറിയാൻ പറ്റും. അപ്പൊ ഹൈന്റെ കാര്യം പിന്നെ പറയേ വേണ്ടല്ലോ. ഈ ഒരു സംഭാരത്തിൽ ഇഞ്ചിയും കറിവേപ്പിലയും അവിടുത്തെ കാന്താരിയും കൂട്ടിയാണ് ഉണ്ടാക്കി തരുന്നത്. അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കി തരുന്നത്. നിങ്ങൾ എന്തായാലും ഈ വഴി പോകണമെങ്കിൽ ഈ ഒരു സാധനം വന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു കടയുടെ മുമ്പിൽ ഇത്രയും മിഠായി വെറുതെ നിരത്തി വെച്ചേക്കണല്ല. ഇവിടുത്തെ സംഭാരം കുടിച്ച് കഴിഞ്ഞ് എരിഞ്ഞിരിക്കുന്ന സമയത്ത് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് കഴിച്ചു നോക്കണം. ആ ഒരു കാന്താരി സംഭാരത്തിന്റെ എരിവ് അതോടെ അങ്ങോട്ട് പോയിക്കോളും. നോർത്ത് പറവൂരിലെ ആൾക്കാരുടെ ഫേവറേറ്റ് കടകളിൽ ഒന്നായിരിക്കും ഈ ബാബു ചേട്ടന്റെ സംഭാരക്കട. നോർത്ത് പറവൂരിൽ നിന്ന് എടപ്പള്ളിയിലേക്ക് പോകുന്ന വഴി ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ കടയുടെ ലൊക്കേഷൻ വരുന്നത്. ഗൂഗിൾ മാപ്പിൽ ബാബു ചേട്ടൻ സംഭാരം അടിച്ചു കൊടുത്താൽ തന്നെ കറക്റ്റായിട്ട് ലൊക്കേഷൻ എത്തിക്കോളും.